ഞാൻ ദാ ഇപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളറിൽ ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ? ചില ഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം വരുന്നത് തന്നെ മറ്റുള്ളവർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണ കേട്ടിട്ടൊക്കെ ആയിരിക്കും അല്ലേ? അപ്പം ഇന്ന് ഞാനിങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് ചേച്ചിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആള് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയ കാര്യമൊക്കെ എന്നോട് പറഞ്ഞത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിക്കണേ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന മുന്തിരിയിൽ വലിയ വലിയ കുരുക്കളാണ്. നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ്, പക്ഷെ എത്ര നോക്കി കഴിച്ചാലും ആ കുരു നല്ല ചവർപ്പുള്ളതുകൊണ്ട് അത് കടിക്കുമ്പോൾ അത്ര സുഖമില്ലായിരുന്നു കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാനും സച്ചും ഒരുപോലെ മാറ്റി നീക്കി വെച്ചൊരു ഐറ്റം ആണിട്ടത്. നമ്മുടെ ചേച്ചിയുടെ വിവരണം കേട്ട് അപ്പാടെ ഫ്ലാറ്റായി പോയി ഞാൻ ഉടനെ പോയത് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാനാണ്. നമ്മുടെ ക്വാർട്ടേഴ്സിലേക്ക് വന്നപ്പോൾ ഞാൻ പുതിയ മിക്സി വാങ്ങിച്ചതാണ് കേട്ടോ. അതിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ജാറ് ഇതായിരിക്കാം. ഇതുപോലുള്ളൊരു ജ്യൂസർ ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി എൻ്റെ ജ്യൂസ് അടിക്കാനുള്ള പണി എളുപ്പമായി കിട്ടിയേക്കുന്നത് കേട്ടോ. നോർമലി നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അരിപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് പിഴിഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നതാണല്ലോ ടാസ്ക്. ഇതിനകത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പൊതുവേ ഇവിടെ ക്വാർട്ടേഴ്സിൽ ബാക്കിയുള്ള മെയിം സ്റ്റാഫുമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് വർത്താനൊക്കെ പറയാൻ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് വളരെ യൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്കും തരാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ അരിക്കാതെയും പിടിക്കാതെയൊക്കെ ഇതേപോലെ സിമ്പിളായിട്ട് അടിച്ചെടുത്ത് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എനിക്കിത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. മുന്തിരിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒട്ടും പഞ്ചസാര ആഡ് ചെയ്തില്ലായിരുന്നു. ബംഗാളിലെ കാലാവസ്ഥ ഇപ്പം മഴയൊക്കെ മാറി ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം.